റോമാലേഖനം 13-12 നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ, ഇരുട്ടിന്റെ പ്രവൃത്തികൾ, പിശാചിന്റെ പ്രവൃത്തികൾ, തിന്മ പ്രദാനം ചെയ്യുന്ന പ്രവൃത്തികൾ പരിത്യജിക്കണം. സ്നേഹമുള്ളവരെ, ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ എത്താത്തതിന്റെ കാരണം എന്താ അറിയുമോ? കൊഴിച്ചിലുകൾ നടത്താൻ നമ്മൾ തയ്യാറല്ല. വേണ്ട എന്ന് വെക്കാൻ നമ്മൾ തയ്യാറല്ല. ചെറിയ കാര്യങ്ങളാണ്, ചെറിയ സുഖങ്ങളാണ്, ചെറിയ ബന്ധങ്ങളാണ്, ചെറിയ കാര്യങ്ങളാണ്. ആ ചെറിയ കാര്യങ്ങൾ കൊഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്നിൽ പ്രകാശം താനെ പരക്കും. ഒരു പക്ഷേ അതുകൂടി ജീവിതത്തിൽ ഇന്നാവട്ടെ, നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, ഈ ഒരു നെഗറ്റീവിനോടുള്ള സ്നേഹം, വാസന, അടുപ്പം നമ്മുടെ ജീവിതത്തിൽ അത് പിശാച് തരുന്ന പ്രേരണയാണ്. അത് പ്രലോഭനമാണ്. അത് പ്രലോഭനമായി കാണാനും അതിൽ നിന്ന് അകന്നു നിൽക്കാനുമുള്ള നല്ലൊരു തീരുമാനം ഈ പ്രഭാതത്തിൽ എടുക്കാമെങ്കിൽ സ്നേഹമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ പ്രകാശത്തിന്റെ കൃപ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും. അത് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് വിളിക്കപ്പെടുക. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയാൻ, തിന്മയുടെ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ വെടിയാൻ ഒരു വലിയ കൃപ സ്വർഗം നിനക്ക് സമ്മാനിക്കട്ടെ. ബലമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.